പ്രിയനോട് പിണങ്ങേണ്ടി വന്നതിൽ അവൾക്കും മനപ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തെറ്റ് അവളുടെ ഭാഗത്താണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രിയന്റെ അടുത്ത് വന്ന് അത് തുറന്നു പറയാൻ അവളുടെ ഈഗോ അനുവദിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവൾ അമ്പലത്തിൽ പോയി ദൈവത്തിനോട് പറയാമെന്ന് തീരുമാനിച്ചത്. അവൾ അമ്പലത്തിൽ പോകാൻ കരുണാകർ സാറിനോട് പെർമിഷൻ വാങ്ങിക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പാറു അമ്പലത്തിൽ പോവാൻ കരുണാകർ സാറിനോട് പെർമിഷൻ ചോദിച്ചെന്നോ? ഏത് അമ്പലത്തിൽ പോവാൻ? വടക്കമ്പാട് ദേവീക്ഷേത്രത്തിലാണോ? അങ്ങനെ അവൾ പറഞ്ഞത്. എത്ര മണിക്ക് അവൾ അമ്പലത്തിൽ പോകുന്നത്? 5 മണിക്ക് അമ്പലത്തിലെത്താൻ അവളുടെ പ്ലാൻ. പക്ഷേ 4:30 ഇവിടെ നിന്ന് പോകാനുള്ള പെർമിഷനാ അവൾ കരുണാകർ സാറിനോട് ചോദിച്ചത്. നന്ദ, നമുക്ക് നാളെ കാണാം. അമ്പലത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, പക്ഷെ വടക്കമ്പാട് ദേവീക്ഷേത്രമെന്ന് നീ കൃത്യമായിട്ട് പറഞ്ഞു. എന്നുവെച്ചാൽ ഗന്ധർവൻ നിന്റെ കൂട്ടുകാരനൊന്നുമല്ല, നീ തന്നെയാ. പാർവതിയുള്ള നിന്റെ പ്രത്യേക സ്നേഹവും പരിഗണനയും കണ്ടപ്പോഴേ എനിക്കത് തോന്നിയതാ. ഇത് വെറും ഫ്രണ്ട്ഷിപ്പ് അല്ലെന്ന്. പക്ഷെ പ്രിയ, ഗന്ധർവന്റെ വേഷം നിനക്ക് അഴിച്ചു വെക്കേണ്ടി വരും. പക്ഷേ ഗന്ധർവൻ എന്ന കഥാപാത്രം അവസാനിക്കില്ല. ഞാൻ ആ വേഷം തുടരും. അല്ലെങ്കിൽ ഞാൻ ഗന്ധർവനായി ആടി തിമിർക്കും. സദസ്സിലിരുന്ന് നീ അത് കാണും.